പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കുമെന്ന് റിപ്പോർട്ട്. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. താരിഫ് വർധനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധത്തിൽ ഉലച്ചു നിലനിൽക്കുന്നതിനിടെയാണ് നരേന്ദ്രമോദിയുടെ നിർണായക സന്ദർശനം. ഇവരുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, നമസ്തേ. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഏറെ നിർണായകമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കാരണം ചില ഉലച്ചിലുകൾ പ്രധാനമന്ത്രി ഭാരതത്തിൻ്റെയും അമേരിക്കയുടെയും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഊഷ്മളതയിൽ അല്പം ഒരു കോട്ടം തട്ടിയിട്ടുണ്ട്. അത് ട്രംപിൻ്റെ ചില കർക്കശമായ നിലപാട് തന്നെയാണ്. പക്ഷേ ആ നിലപാട് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല, അമേരിക്കയുടെ വലിയേട്ടൻ മനോഭാവം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ള നിലപാട് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതാണ്. ഭാരതം കൃത്യമായി വ്യക്തമാക്കിയതുമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നത് എത്രത്തോളം നിർണായകവുമാണ് ജിഷ്ണു? കെ പി, തീർച്ചയായും ഏറെ നിർണായകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് അമേരിക്കയും ഭാരതവും തമ്മിൽ നിലവിൽ ഇന്ത്യക്ക് മേലുള്ള താരിഫ് വർധനവ് കൊണ്ടുവരികയും ആ വ്യാപാര ബന്ധത്തിലും നയതന്ത്ര ബന്ധത്തിലും നേരിയ ഉലച്ചിലുണ്ടാവുകയും ഒപ്പം കെ പി ചൂണ്ടിക്കാട്ടിയതുപോലെ അമേരിക്കയുടെ ഒരു വല്യേട്ടൻ മനോഭാവം അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനാകില്ല എന്ന് വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ ആ പ്രശ്നത്തെ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി മുൻപോട്ട് നോക്കി കണ്ടുകൊണ്ട് നീങ്ങാനാണ് ഭാരതം ശ്രമിച്ചിട്ടുള്ളത്. ആ പ്രശ്നം വഷളാക്കാനോ അമേരിക്കയുമായി കൊമ്പുകോർക്കാനോ ശ്രമിക്കാതെ എല്ലാ രാജ്യങ്ങളുമായി ഭാരതത്തിൻ്റെ നയതന്ത്ര മേഖലയിലെ ഇടപാട് അല്ലെങ്കിൽ നയം എന്നുള്ളത് തന്നെ എല്ലാ രാജ്യങ്ങളുമായും സമാധാനത്തിലും നല്ല ഊഷ്മള ബന്ധത്തിലും മുൻപോട്ട് പോവുക. അതിനപ്പുറത്തേക്ക് ഭാരതത്തിൻ്റെ അഖണ്ഡതയെ അല്ലെങ്കിൽ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആരെങ്കിലും മുൻപോട്ട് വന്നാൽ അതിനെ കൃത്യമായി എതിർക്കുക എന്ന നിലപാട് വെച്ചുകൊണ്ടാണ് നയതന്ത്ര തലത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഇടപെടലുള്ളത്. അതുകൊണ്ട് നിലവിൽ ഭാരതത്തിനെതിരെ താരിഫ് വർധനവ് കൊണ്ടുവരുന്നു. വ്യാപാര ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ അമേരിക്കയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. എന്നാൽ അത് പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനും ഒപ്പം ലോക വിപണിയിൽ ഭാരതത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് വിപണനത്തിൻ്റെ സാധ്യതകൾ കണ്ടെത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ഭാരതം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അടുത്ത മാസം സെപ്റ്റംബർ അവസാന വാരത്തിൽ അമേരിക്കയിൽ ന്യൂയോർക്കിൽ വെച്ചാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തും. ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറെ നിർണായകമാകും. നിലവിലെ ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ യാത്ര സംബന്ധിച്ചും ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറും ഭീകരതയ്ക്കെതിരെ ഭാരതം നടത്തുന്ന പോരാട്ടങ്ങൾ ഏത് ലോകവേദികളിൽ, അത് ഐക്യരാഷ്ട്രസഭയിലാണെങ്കിലും മറ്റേത് വേദികളിൽ സംസാരിക്കുമ്പോഴും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലോകം ഇന്ന് നേരിടുന്ന ഭീകരത തന്നെയാണ്. ആ ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടണമെന്നും ആ പോരാട്ടത്തിന് മുൻപിൽ നിൽക്കാൻ ഭാരതമുണ്ടാകുമെന്ന പ്രഖ്യാപനം എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്താറുണ്ട്. ഇവിടെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോകം അത്രമേൽ ആകാംക്ഷയോടെ അല്ലെങ്കിൽ അത്രമേൽ പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. കാരണം ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ സമാധാനമാണ് ഭാരതം എന്നും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഭാരതത്തിൻ്റെ മേലുണ്ടാകുന്ന ഒരു കടന്നുകയറ്റവും ഒരു ഭീകരതയും അംഗീകരിക്കില്ല. അത് മാത്രമല്ല, ലോകത്ത് എവിടെയും ഭീകരതയുണ്ടെങ്കിൽ ആ ഭീകരതയ്ക്കെതിരെ പോരാടുന്നവരോടൊപ്പം ഭാരതം ഉണ്ടാകും എന്നുള്ള ഒരു വ്യക്തതയും പ്രധാനമന്ത്രി പലപ്പോഴായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അത്രത്തോളം പ്രതീക്ഷയോടെ ലോകം കാത്തിരിക്കുകയാണ്. ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കർക്കശമായ ചില നിലപാടുകൾ അത് അമേരിക്കൻ ഭരണകൂടത്തിന് തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഭാരതം പോലുള്ള ഒരു ലോകരാജ്യത്തോട് ഏറ്റുമുട്ടി മുന്നോട്ട് പോകാൻ പൊതുസമ്മതനായ ഒരു പ്രധാനമന്ത്രിയുടെ നിലപാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ട്രംപിന് സാധിക്കില്ല, അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം, ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു മയപ്പെടുന്ന സമീപനത്തിലേക്ക് ട്രംപ് സ്വാഭാവികമായും എത്തും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ട്രംപിൻ്റെ ഊഷ്മളമായ ബന്ധവും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ യാത്ര ഒരു മഞ്ഞുരുകലിൻ്റെ ഒരു തുടക്കമാകും എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട, അല്ലേ?
KP ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളും ഒപ്പം അതേസമയം പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൽ അമേരിക്കൻ സന്ദർശനത്തിൽ ഏവരും ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ ലോകരാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇരു ഭരണാധികാരികളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ഉണ്ടാക്കുമോ എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ നമുക്കറിയാം രണ്ട് ലോക നേതാക്കളും തമ്മിൽ ലോകത്തിനു മുൻപിൽ ഒരുമിച്ച് നിൽക്കുകയും മുൻപോട്ട് പോക്കുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ഊഷ്മളമാക്കുമെന്ന പ്രഖ്യാപനങ്ങളും നടപടികളും അതിനനുസരിച്ചുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇത്തരത്തിൽ വ്യാപാര ബന്ധം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഭാരതത്തിനു മേൽ താരിഫ് വർധനവും വ്യാപാര മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായത്. അത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് ഭാരതത്തിൻ്റെ നിലപാട്. ഒരു ലോക രാജ്യങ്ങളുമായും പ്രശ്നത്തിലൂടെ മുൻപോട്ട് പോകേണ്ടതില്ല. നമുക്ക് കൈകോർക്കാൻ സാധിക്കുന്ന എല്ലാ രാജ്യങ്ങളുമായി കൈകോർത്ത് മുൻപോട്ട് പോകണം എന്ന നിലപാട് തന്നെയാണ് നയതന്ത്ര തലത്തിൽ ഭാരതത്തിനുള്ളത്. പക്ഷേ KP ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യ താൽപ്പര്യത്തിനെതിരെ വരുന്ന നിലപാടുകളും ചോദ്യങ്ങളും അത് മറുപടി നൽകിക്കൊണ്ട് തന്നെ മുൻപോട്ട് പോകും. നിലവിൽ ഈ വിഷയത്തിലും അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് ഭാരതം സ്വീകരിച്ചിട്ടുള്ളത്. കാരണം റഷ്യയിൽ നിന്ന് എന്നല്ല, എവിടെ നിന്നാണോ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഭാരതത്തിന് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് ആ ഉൽപ്പന്നങ്ങളിൽ ഭാരതത്തിൻ്റെ രാജ്യ താൽപ്പര്യത്തിനനുസരിച്ച് അത്തരം വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടും. ഭാരതത്തിലുള്ള ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ അത് ലോക വിപണിയിൽ എവിടെയാണോ മികച്ച വില ലഭിക്കുന്നത് അവിടേക്ക് ഭാരതം വിൽപ്പന നടത്തും. അമേരിക്ക അതിനെ എതിർക്കുകയാണെങ്കിൽ മറ്റ് ലോക രാജ്യങ്ങളിൽ വിശാലമായി കിടക്കുന്ന ലോക വിപണിയിലേക്ക് ഭാരതത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും അത് വളരെ മികച്ച വിലയിൽ വിൽപ്പന നടത്താൻ സാധിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ ഈ വിലപേശലോ കണ്ണുരുട്ടലോ നിലവിലെ സാഹചര്യത്തിൽ ഭാരതത്തിന് യാതൊരു തരത്തിലും പ്രതിസന്ധികൾ സൃഷ്ടിക്കില്ല. ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ആ പ്രത്യാഘാതങ്ങളെ നേരിടാനും മറികടക്കാനുമുള്ള ശക്തി ഇന്ന് ഭാരതത്തിനുണ്ട്. ഒപ്പം ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച അത് ഏറെ നിർണായകമായിരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ ന്യൂയോർക്കിൽ വെച്ച് തന്നെയും ഉഭയകക്ഷി ചർച്ചയുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. നിലവിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾക്ക് മറികടന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനും ഒപ്പം അമേരിക്കയെ സംബന്ധിച്ച് നിലവിലുള്ള പ്രശ്നം എന്നുള്ളത് നേരത്തെ അമേരിക്ക മറ്റ് ലോകരാജ്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നൊരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയായിരുന്നെങ്കിൽ ഇന്ന് അതിനെ മറികടന്നുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ജനപ്രിയമായ രാജ്യമായി മാറാനും എല്ലാ രാജ്യങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായങ്ങളും തീരുമാനങ്ങളും പറയാനും അതിന് മുന്നിൽ നിൽക്കാനും സാധിക്കുന്ന ഒരു സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതം മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിനെതിരെയുള്ള ചില എതിർപ്പുകൾ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മുൻപോട്ട് പോക്കിനെ തടയുന്ന ചില തീരുമാനങ്ങളും തടയാൻ ശ്രമിക്കുന്ന ചില തീരുമാനങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായും അത് ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ്. പക്ഷേ ഭാരതത്തിൻ്റെ രാജ്യ താല്പര്യങ്ങൾ വിട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് സംരക്ഷിക്കുന്നതിന് ഏതറ്റം വരെയും ഏത് നടപടിയും സ്വീകരിക്കും എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ അവസാന വാരം US-ലെത്തുന്നത്. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ച ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.